നീളെ എവിടെയാ കയറണ്ടേ? കമ്പനി തരാൻ നീ ഇല്ലാത്തോണ്ട് ഞാൻ പുറത്തെ ഫുഡൊക്കെ നിർത്തിയേക്കാണ്. പുറത്ത് ഫുഡ് കഴിക്കാൻ മൂടില്ല. നേരെ വിട്ടോ, അമ്മമ്മയുടെ സ്പെഷ്യൽ വല്ലതും മതി. ഇത് ചതിയായി പോയല്ലോ. എന്തിയേ? നീലിമ എന്തോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവളോട് പുറത്തുനിന്ന് കഴിച്ചു വരുന്നൊക്കെ പറഞ്ഞാ പോന്നത്. ഇന്ന് വേണ്ടാന്ന് പറഞ്ഞുള്ളൂ. 2 ദിവസം നമുക്ക് തകർക്കാന്നേ. ആയിക്കോട്ടെ. നീലിമ അവരെ പ്രതീക്ഷിച്ചു മുറ്റത്ത് തന്നെ നിന്നിരുന്നു. ചേച്ചി പെണ്ണേ. നില ഇറങ്ങിച്ചെന്നതേ നീലിമയെ കെട്ടിപ്പിടിച്ചു. 5:30. കോളേജ് കഴിഞ്ഞു 5:30 ഇങ്ങ് എത്താവുന്ന ദൂരമേ ഉള്ളൂ. ഇതിനാണ് ഹോസ്റ്റലിൽ പോയി കിടക്കുന്നത്. ഷീജ ഇറങ്ങി വരും വഴി ക്ലോക്കിലേക്ക് നോക്കി പറഞ്ഞു. നിള അവരെ നല്ലപോലെ ഒന്ന് ചിരിച്ചു കാണിച്ചു. അമ്മമ്മ എന്തിയേ? എനിക്ക് വല്ല സ്പെഷ്യൽ ഉണ്ടാക്കണോ? സ്പെഷ്യൽ ഒന്നുമല്ല, അമ്മമ്മ ചായയിടാണ്. നീ വാ. നീലിമ അവളുടെ കയ്യിൽ പിടിച്ചു. അയ്യോ, മറന്നു. നിള വേഗം പോയി കാറിൽ നിന്ന് ഡ്രസ്സിൻ്റെ കവർ എടുത്തു. ജിതിൻ അപ്പോഴേക്കും അവളുടെ ബാഗൊക്കെ എടുത്തിരുന്നു. നിള കവറുമായി മുകളിലേക്ക് ഓടി. ഇതെവിടേക്കാ അവൾ പായണേ? നിള വരുന്നതറിഞ്ഞു പുറത്തേക്ക് വന്ന അമ്മമ്മ കാണുന്നത് മുകളിലേക്ക് പായുന്ന നിളയെയാണ്. അത് സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ച ഡ്രസ്സ് മെഷീനിൽ ഇടാൻ പോണതാവും. ജിതിൻ ബാഗ് നീലിമയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇവള് അതെന്തിനാ സോപ്പ് പൊടിയിൽ ഇടാൻ പോയത്? അത് സേതിയുടെയാണ്. അവൾ നാട്ടിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു നനച്ച് വെച്ചിരുന്നതാ. ഇപ്പോൾ അപ്പച്ചിയുടെ മോൻ കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അപ്പോൾ നിള അതിങ്ങ് കൊണ്ടുവന്നു. അവർ ബസ്സിലാവും പോകുന്നത്. അമ്മമ്മയുടെ സംശയം കൂടി ആയപ്പോൾ ജിതിൻ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നിള ഡ്രസ്സെല്ലാം മെഷീനിൽ ഇട്ടതിന് ശേഷം ഫോൺ എടുത്തു സേതിയെ വിളിച്ചു. റിങ്ങുണ്ടെങ്കിലും കോൾ അവൾ എടുത്തില്ല. ബസ്സിലായിരിക്കുമെന്ന് കരുതി പിന്നെ അവൾ വിളിച്ചു നോക്കിയില്ല. ഡ്രസ്സൊക്കെ പെട്ടെന്ന് മാറി ഫ്രഷായി നേരെ താഴേക്ക് വിട്ടു. അമ്മമ്മ ചായയൊക്കെ പകർത്തി വെച്ചിട്ടുണ്ട്. നിളെ, കഴിക്കാൻ എന്താ വേണ്ടത്? കേക്ക് ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ നീലിമ കൂന്തൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും ബ്രെഡും എടുക്കട്ടെ? ഷീജ ചോദിച്ചു. ബ്രെഡും കൂന്തലും മതി. ഷീജയ്ക്കൊപ്പം നിള കൂടി അടുക്കളയിലേക്ക് ചെന്നു. ബ്രെഡ് ഒരു പാത്രത്തിൽ എടുത്ത് അതിലേക്ക് കൂന്തൽ കൂടി വിളമ്പി അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അമ്മമ്മ കേക്കും കൂടി കട്ട് ചെയ്തെടുത്തു. നിള ഡൈനിങ് ടേബിളിൽ വരുമ്പോൾ കാണുന്നത് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ജിതിനെയാണ്. എന്തേ ജിതിനേട്ടാ? അവൾ അടുത്തേക്കിരുന്നു. ജിതിൻ നീലിമയോ നോക്കി. അവിടെ ഒരു കളിയാക്കി ചിരിയാണ്. ഇവള് കളിയാക്കുവാടി. നമ്മൾ ഒന്നിച്ച് പുറത്തുനിന്ന് കഴിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞു വന്നുകൊണ്ട് അവൾ ഉണ്ടാക്കിയത് എനിക്ക് തരില്ലെന്ന്. നിള നീലിമയെ നോക്കി. അവൾ അപ്പോഴും ജിതിനെ നോക്കി ബിച്ചിച്ചിരിയോടെ നിൽക്കുകയാണ്. അല്ലേലും നിലയുടെ കാര്യം വരുമ്പോൾ അങ്ങേയറ്റം കുശുമ്പ് കുത്തി വാശി കാണിക്കുന്ന 2 പേരാണ് നീലിമയും ജിതിനും. ഓ, ചേച്ചി തന്നില്ലേ, ഞാൻ തരില്ലേ? വാ, നമുക്ക് ഷെയർ ഇട്ട് കഴിക്കാം. നില തൻ്റെ പ്ലേറ്റ് അവനും കൂടി കഴിക്കാവുന്നതും നീക്കി വെച്ചു. നീലിമയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ജിതിൻ അതിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്ത് കറി കൂട്ടി കഴിച്ചു. എൻ്റെ ചേച്ചി ഉണ്ടാക്കിയത് പൊളിയായിട്ടുണ്ട്. നിള പിണക്കത്തോടെ നോക്കുന്ന ചേച്ചിയെ നല്ലോണം പോക്കി. ഇത് ഞാൻ നിനക്ക് ഉണ്ടാക്കിയതാ. ജിതിനേട്ടൻ എന്നോട് പറഞ്ഞത് സ്പെഷ്യലൊന്നും വേണ്ട, ഞങ്ങൾ പുറത്ത് കഴിച്ചൊന്ന് കറങ്ങിയിട്ട് വരുള്ളൂ എന്നാ. നിള പയ്യെ ജിതിനെ നോക്കി. അവിടെ ആസ്വദിച്ച് കഴിപ്പാണ്. സാരമില്ല എൻ്റെ ചേച്ചിയെ. ജിതിനേട്ടൻ മിൽക്കി ബാർ വാങ്ങി തരുമ്പോൾ ഞാൻ ചേച്ചിക്കും തരാറില്ലേ? നിള അവളെ സമാധാനിപ്പിച്ചു. നീലിമ വലിയ തെളിച്ചം പോരാതെ ജിതിനടുത്ത ചെയർ വലിച്ചിട്ടിരുന്നു. ഇത്തരം കാഴ്ചകൾ സ്ഥിരമായതുകൊണ്ട് ഷീജയ്ക്കും അമ്മമ്മയ്ക്കും ഒന്നും തോന്നിയില്ല. നീലിമ ഒരു കപ്പ് ചായ നിലക്കരികിലേക്ക് നീക്കി വെച്ചു. ഒന്ന് ജിതിനും കൊടുത്തു. പിന്നെ ഒരു കഷ്ണം കേക്ക് കയ്യിലെടുക്കും നേരം അവൾക്ക് നേരെ ജിതിൻ കൂന്തൽ ചേർത്തെടുത്ത ഒരു ബ്രെഡ് പീസ് നീട്ടി. അവളൊന്ന് അവനെ നല്ലോണം നോക്കി. അവനൊന്ന് കണ്ണ് ചിമ്മി ചിരിച്ചു. നനുത്ത് വന്ന പുഞ്ചിരിയെ അടക്കി അവൾ വായ തുറന്നു. അവനത് അവളുടെ വായിലേക്ക് വച്ചു കൊടുക്കുന്നത് നിള നേർത്ത ചിരിയോടെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു. അത് സന്തോഷം കൊണ്ടായിരുന്നു.
അവരെന്നും ഇതുപോലെ ഒന്നിച്ചുണ്ടാവാൻ നീല പ്രാർത്ഥിച്ചു. വീണ്ടും ജിത്തിൻ്റെ കൈ നീലയ്ക്ക് നേരെ നീണ്ടപ്പോൾ നീല പ്ലേറ്റ് നീക്കി വച്ചു. അതേ, ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി കഴിക്കണമെങ്കിൽ വേറെ പോയി എടുത്തു വാ. ഇതിപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ പറഞ്ഞിട്ട് എനിക്ക് കിട്ടാത്ത അവസ്ഥയായല്ലോ. നില കുറുമ്പോടെ രണ്ടാളെയും നോക്കി. ചെല്ലു നീലേമ്മ, ഒരു പ്ലേറ്റ് കൂടി എടുത്തിട്ട് വാ, കൊച്ചുമക്കളുടെ സന്തോഷം നോക്കിയിരുന്ന അമ്മമ്മ പറഞ്ഞു. ഞാൻ കൊണ്ടുവരാം. ഷീജ എണീറ്റ് പോയി റോസ്റ്റും ബ്രെഡ് പാക്കറ്റും എടുത്തുകൊണ്ട് വന്നു. ഒരു പാക്കറ്റ് ബ്രെഡ് തീരും വരെ 3 പേരും ആ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ കഴിച്ചു. മുൻപും ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ ശീലം. കാണുന്നവർക്ക് അത് പുതുമയുള്ള കാഴ്ചയല്ല. വൈകിട്ട് വിളക്ക് വയ്ക്കും വരെ അമ്മമ്മ നിളയെ പിടിച്ചിരുത്തി വിശേഷങ്ങൾ തിരക്കിലായിരുന്നു. ഷീജയും ഉണ്ട് ഒപ്പം. ഫുഡിൻ്റെ ദയനീയാവസ്ഥ അവൾ അധികം വിവരിച്ചില്ല. അല്ലാതെ തന്നെ ഹോസ്റ്റലിൽ പോണ്ട, ഇവിടെ നിന്നാൽ മതില്ലെന്ന് ഷീജ 3-4 വട്ടം ചോദ്യം കഴിഞ്ഞു. നിങ്ങൾ 3 കൂടെ കൂടുമ്പോഴേ വീടിനൊരു ജീവനുള്ളൂ എന്ന് അമ്മമ്മയും പറഞ്ഞു. ശനിയും ഞായറും നമുക്ക് കളറാക്കാമെന്ന് പറഞ്ഞ് നില അവരെ സമാധാനിപ്പിച്ചു. രാത്രി അച്യുതൻ വന്നത് അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മഞ്ചൂരിയൻ സൂപ്പൊക്കെ വാങ്ങിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും ഒരുപോലെ സന്തോഷരാവായിരുന്നു അത്. കുറച്ചു നേരം കിടന്നിട്ടാണ് സേതി എണീറ്റത്. വൃന്ദ ആ കിടപ്പിൽ ഉറക്കം പിടിച്ചിട്ടുണ്ട്. സേതി എണീറ്റു ബാഗിൽ നിന്ന് ഫോൺ എടുത്തു നോക്കി. സൈലൻ്റ് ആയിരുന്നു. അമ്മയുടെയും നിലയുടെയും മിസ്ഡ് കോൾസ് കിടപ്പുണ്ട്. അമ്മയെ അപ്പച്ചി വിളിച്ചിട്ടുണ്ടാവും. സേതി നിലയുടെ നമ്പറിൽ തിരിച്ചു വിളിച്ചു. അവളോട് സംസാരിച്ച് കോൾ കട്ട് ചെയ്യുന്ന നേരമാണ് ഡോറിൽ മുട്ട് കേട്ടത്. സേതി ഡോർ തുറന്നു. വിശ്വജിത്താണ്. അവൾ ഉറക്കമായോ? അവൻ അകത്തേക്ക് എത്തി നോക്കി. സേതി വാതിലിൽ നിന്ന് മാറിയതും അവൻ അകത്തേക്ക് കടന്നു. ബെഡിൻ്റെ സൈഡിലായി കിടന്ന ചെയർ എടുത്തിട്ട് അതിലേക്ക് ഇരുന്നു വിശ്വജിത്ത്. സേതി വാതിക്ക് തന്നെ നിൽപ്പാണ്. അവൻ വൃന്ദയെ നോക്കി. കമന്ന് കിടപ്പാണ്. കോളേജിൽ നിന്ന് വന്നിട്ട് മുടിക്കെട്ട് പോലും അഴിച്ചിട്ടില്ല. നല്ല തിക്കുള്ള ചുരുണ്ട മുടിയാണ് അവൾക്ക്. അത്യാവശ്യം നീളവുമുണ്ട് അവളുടെ മുടിക്ക്. നല്ല വെളുത്ത കുഞ്ഞു മുഖമാണ്. ഇടത് കൈപ്പത്തിയിൽ മുഖം ചിരിച്ചു വച്ചാണ് ഉറക്കം. നീട്ടി വളർത്തിയ നഖത്തിൽ ബേബി പിങ്ക് കളർ നെയിൽ പോളിഷ് ഇട്ടേക്കുന്നത് കാണാൻ നല്ല അഴകാണ്. വിശുദ്ധ് അവളുടെ കവിളിലൊന്ന് തഴുകി. വല്ലാത്തൊരു വാത്സല്യം തോന്നിയവന്. വൃന്ദ, സ്നേഹത്തോടെയുള്ള ആ വിളിയിൽ സേതി അവനെ ഒന്ന് നോക്കി നിന്നുപോയി. അത്ര സോഫ്റ്റായി അവനെ അധികം കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുമല്ല. എല്ലാത്തിനും ഒരു മിതഭാവമാണ്. എണീറ്റേ വൃന്ദ. 1-2 വട്ടം കൂടി വിളിച്ചിട്ടാണ് അവൾ എണീറ്റത്. ഇങ്ങനെ ഉറങ്ങിയാൽ രാത്രി എവിടെ പോണ്? അവൾ മുഖമൊന്ന് തുടച്ചു എണീറ്റിരുന്നു. യെല്ലോ കുർത്തിയും പാലസോ ബ്ലാക്ക് പാൻറ്റുമാണ് അവളുടെ വേഷം. നന്നേ മെലിഞ്ഞ പ്രകൃതമാണ് ആള്. ഒരാഴ്ച കൊണ്ട് നീ പിന്നെയും മെലിഞ്ഞോ? ഇല്ല. ഉള്ളിൽ പരിഭവം കൂടുകൂട്ടിയ പോലെ മറുപടി ഒന്ന് പതിഞ്ഞു. നാളെ എങ്ങനെയാ നിങ്ങളുടെ പ്ലാൻ? രാവിലെ പോയാൽ 6 മുന്നേ ഇങ്ങ് എത്തിയേക്കണം. വൃന്ദ കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. എന്തേ പോണില്ലേ? വിടില്ലല്ലോ എന്നെ. പരിഭവം കൊണ്ട് അവളുടെ കവിൾ വീർക്കുന്നത് സേതി ചിരിയോടെ നോക്കി. ഞാൻ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചോ നീ? ഉവ്വാലോ. എന്നിട്ട് അച്ഛൻ പറഞ്ഞത് നീ ക്യാഷ് ചോദിച്ചു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതെ പിണങ്ങിപ്പോയെന്നാണല്ലോ. അത് പിന്നെ ഞാൻ എന്തിനാ ക്യാഷ് ചോദിച്ചത് എന്നൊക്കെ അച്ഛനറിയാം. അമ്മ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ. അച്ഛനും അമ്മയ്ക്കുമൊക്കെ തനിച്ച് മക്കൾ പുറത്തൊക്കെ പോകുമ്പോൾ ടെൻഷനുണ്ടാവും. അപ്പോൾ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊക്കെ വിശദമായി ചോദിക്കുന്നത് തെറ്റെന്താണ്? അവൾ അതിന് മറുപടി നൽകിയില്ല. എന്തായാലും നീ ആഗ്രഹിച്ചതല്ലേ, പോയിക്കോ. ഞാനെന്നാ അവരോട് വിളിച്ചു പറയട്ടെ ഞാനും ഉണ്ടെന്ന്. വൃന്ദ സന്തോഷത്തോടെ എണീറ്റു. ഫോണുമായി പുറത്തേക്ക് പോയി. നീ വന്നിട്ട് ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തില്ലേ? വിശുദ്ധ തിരക്കിയപ്പോൾ സേതി ഇല്ലെന്ന് ചുമൽ കൂച്ചി. പെട്ടെന്ന് മാറിയിട്ട് വാ, കഴിക്കാം. അവൾ തലയാട്ടി. അവൻ പുറത്തേക്ക് ഇറങ്ങിയതും സേതി വേഗം വാതിൽ ലോക്ക് ചെയ്ത് ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്തു.
ഡ്രസ്സ് മാറി അവൾ താഴേക്ക് ചെല്ലുമ്പോൾ വൃന്ദ മാമനടുത്തുണ്ട്. ആള് കാര്യമായി ഉപദേശിക്കുകയോ മറ്റോ ആണ്. വൃന്ദ മിണ്ടാതെ തല കുനിച്ചു നിന്ന് കേൾക്കുന്നുണ്ട്. മോള് വാ, അവർ വന്നോളൂ. വനജ സേതിയെ വിളിച്ച് കഴിക്കാനിരുത്തി. വിശ്വജിത്തും വന്നിരുന്നു. അവർ കഴിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് വൃന്ദയും അച്ഛനും വന്നിരുന്നത്. അച്ഛൻ്റെ സമ്മതം കിട്ടിയ സന്തോഷം അവളുടെ മുഖത്തുണ്ട്. എങ്ങനെയുണ്ട് സേതി ക്ലാസ്സൊക്കെ? തുടങ്ങിയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. പഠിക്കണം നല്ലോണം. സേതി തലയാട്ടി. ജയൻ അധികം സംസാരിക്കാറുള്ള കൂട്ടത്തിലല്ല. ഉള്ളത് കുറച്ച് വാക്കുകളിൽ പറയും. വനജ ജയനും വൃന്ദയ്ക്കും കൂടി വിളമ്പി കൊടുത്തിട്ട് അവർക്കൊപ്പം തന്നെ കഴിക്കാനിരുന്നു. തീർത്തും നിശബ്ദമായി എല്ലാവരും കഴിച്ചെണീറ്റു. കഴിച്ചു കഴിഞ്ഞ് വൃന്ദ നേരെ റൂമിലേക്ക് പോയി. സേതി പാത്രങ്ങളൊക്കെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കാൻ അപ്പച്ചിയെ സഹായിച്ചു. അടുക്കള അപ്പച്ചിയുടെ ഏരിയയാണ്. അവിടെ അധികം ആരെയും അവരടുപ്പിക്കാറില്ല. സേതിക്ക് വിശ്വത്തിനോട് നിലയെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവനെ നോക്കി ചെന്നപ്പോൾ പുറത്തെ വരാന്തയിലിരുന്ന് മാമനോട് സംസാരിക്കുകയാണ് ആള്. നാളെ പകൽ സംസാരിക്കാം എന്ന് കരുതി സേതി വൃന്ദയ്ക്കടുത്തേക്ക് പോയി. നാളെ പോകേണ്ട ഒരുക്കത്തിലാണ് അവൾ. സേതി ബെഡിലേക്ക് കയറി കിടന്നു. ഇടേണ്ട ഡ്രസ്സൊക്കെ നോക്കി വെച്ച് വൃന്ദയും വന്ന് കിടന്നു. നാളെ എന്തൊക്കെയാണ് പ്ലാൻ? മെയിനായിട്ട് മൂവിയാണ്, പിന്നെ മൊത്തത്തിലൊരു കറക്കം, ഷോപ്പിംഗ്, അങ്ങനെ. നിങ്ങൾ കുറേ പേരുണ്ടോ? ഞങ്ങൾ 6 പേര്. ചേച്ചിയെ കൂടെ കൂട്ടാൻ ഏട്ടനും അമ്മയുമൊന്നും സമ്മതിക്കില്ല. അല്ലെങ്കിൽ ചേച്ചിയെ കൂടി വിളിച്ചേനെ. ഞാനില്ല, സേതി വേഗം പറഞ്ഞു. ഞാൻ മാക്സിമം നേരത്തെ വരാൻ നോക്കാം. ചേച്ചി തറവാട്ടിലേക്ക് പോയി കളയരുത്. ചേച്ചിക്ക് അവിടെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്കറിയാം. ഞാൻ ജനിച്ചു വളർന്ന വീട് അതല്ലേ, ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഞാൻ വന്നിട്ട് നമുക്കൊന്നിച്ച് തറവാട്ടിൽ പോകാം. സൺഡേ അവിടെ കൂടാം. വൃന്ദ പറഞ്ഞത് മുഴുവനും സേതി സമ്മതിച്ചു കൊടുത്തു. ഉറങ്ങാൻ നോക്കിക്കോ, നാളെ നേരത്തെ എണീക്കണ്ടേ? ഫോണിൽ അലാറം സെറ്റാക്കി അവൾ സേതിയോട് ഒട്ടി വന്ന് കിടന്നു. അവളെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ വിശ്വജിത്ത് പറഞ്ഞത്ര വാശിയോ ദേഷ്യമോ അവൾക്കുണ്ടെന്ന് സേതിക്ക് തോന്നിയില്ല. എന്നാലും അവളോടൊന്ന് സംസാരിക്കണമെന്ന് സേതി ഉറപ്പിച്ചു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.